ഹായ്, എല്ലാവർക്കും റിഗ്ലാക്മി കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളുടെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓൺട്രപ്രണർഷിപ്പിൻ്റെ സബ്ജക്ട് കോഡ് BCOS 185. ഓൺട്രപ്രണർഷിപ്പിൻ്റെ സബ്ജക്ട് കോഡ് BCOS 185. അപ്പം ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എങ്കിൽ എക്സാം ആണെങ്കിൽ കുറച്ച് മനസ്സിലാക്കിയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഓൺട്രപ്രണർഷിപ്പ്. ഇതെല്ലാം ബിസിനസ് ബേസ്ഡ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ്. ഇതൊരു എല്ലാ ചാപ്റ്ററും ബിസിനസ് ബേസ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഓൺട്രപ്രണർഷിപ്പ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഓൺട്രപ്രണർഷിപ്പ്. നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളതാണ്. നമ്മൾ എന്തിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഒരു ബിസിനസ് വെഞ്ചർ ക്രിയേറ്റ് ചെയ്യുകയും അതിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും റിസ്ക് എടുക്കാൻ കഴിയുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അവരെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും റിസ്ക് എടുത്തിട്ടുണ്ടായിരിക്കണം. ഫിനാൻഷ്യലി റിസ്ക് ടേക്കർ ആയിരിക്കും. അതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ആൾക്കാരിലേക്ക് എത്തിക്കാനും മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിതിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആദ്യത്തെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ ഇന്ന് ആദ്യം നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡെഫിനിഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 11 ആണ്. അതിൽ he consider an entrepreneur to be a risk taker who purposefully allocates resources and takes an active role in pursuing opportunity to maximizing the profit. അതായത് ഒരു റിസ്ക് ടേക്കറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസ്ക് എടുക്കാൻ എന്തും. നാളെ ഇപ്പം ആ പറയുന്ന ബിസിനസ് നമുക്ക് തോറ്റു പോകുമോ എന്നുള്ളതല്ല, ഒന്നും ആലോചിക്കാതെ ഫെയിലിയറിനെ പോലും നമുക്ക് തരണം ചെയ്ത് വരണം എന്നുള്ള രീതിയിൽ റിസ്ക് എടുക്കാൻ, ഫിനാൻഷ്യലി നമ്മൾ എല്ലാം കളഞ്ഞ് റിസ്ക് എടുക്കുന്നവരെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി ആണ്. നാളെ എന്ത് സംഭവിക്കും എന്ന് ഒന്നും നോക്കാതെ, നമുക്കൊരിക്കലും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് റിസ്ക് എടുക്കുന്നവരെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റിനെ തന്നെ വേറെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുക. പിന്നെ അതുവഴി മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. മാക്സിമം പ്രോഫിറ്റ് ആണ് എപ്പോഴും ഒരു ഓൺട്രപ്രണറിന്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്. പ്രോഫിറ്റ് എങ്ങനെ എടുക്കാം, ഒരു ബിസിനസ് റൺ ചെയ്തിട്ട് മുടക്കിയതിനെക്കാട്ടിലും അതിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാം എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണറിന്റെ ചിന്ത. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഓൺട്രപ്രണർഷിപ്പ്? എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇതിൽ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞു തരാം. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹി കൺസിഡർ ആൻ ആൻട്രപ്രണർ ടു ബി എ റിസ്ക് ടേക്കർ. റിസ്ക് എടുക്കുന്ന ആളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ പറയുന്നത്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഹു പർപ്പസ്ഫുള്ളി അലോക്കേറ്റ്സ് റിസോഴ്സസ് ആൻഡ് ടേക്സ് ആൻ ആക്റ്റീവ് റോൾ ഇൻ പെർസ്യൂയിങ് ഓപ്പർച്യൂണിറ്റി ടു മാക്സിമൈസിങ് ദി പ്രോഫിറ്റ്. എപ്പോഴും നമ്മൾ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ഉള്ള ഒന്നാണ് എവല്യൂഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. എന്തിനെയാണ് നമ്മൾ എവല്യൂഷൻ, അതായത് പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെയായിരുന്നു? നമ്മളുടെ ഋഗ്വേദ കാലം മുതലേ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ഇന്ത്യയിൽ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുമ്പം കരകൗശല വസ്തുക്കൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവരുടെ കരകൗശല വസ്തുക്കളെ എല്ലാം ഇന്ത്യയിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, സംരക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് കുറച്ചുകൂടി വളരാൻ വേണ്ടിയുള്ള എല്ലാ പ്രൊമോഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അവര് മെല്ലെ വളർന്ന് വന്ന്
നന്നായിട്ട് അവർ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും പിന്നെ അവരുടെ ഗുഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി തുടങ്ങി. നമ്മളുടെ ഇന്ത്യയിൽ നിന്നും വേറെ നാട്ടിലേക്ക് എക്സ്ചേഞ്ച് അവരുടെ വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവർ നല്ല തഴച്ചു വളരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇത് പതിയെ എന്ത് ചെയ്തു, മെല്ലെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ആരുടെ കാലഘട്ടമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്തു, ഇത് പതിയെ മെല്ലെ കുറയാൻ വേണ്ടി തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഇംഗ്ലണ്ടിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹെവി ഡ്യൂട്ടീസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് പതിയെ താഴ്ന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെ ഒരു കൊളോണിയൽ പീരീഡിൽ ഒരു കൊളോണിയൽ പീരീഡിൽ വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ഇന്ത്യ മെല്ലെ കുറച്ച് മുന്നോട്ട് ഇതെന്ത് ചെയ്തു, വളരുന്നതായിട്ട് കണ്ടു. കുറേ നാളിന് ശേഷം ഒരു കൊളോണിയൽ പീരീഡ് വന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യ എന്ത് കണ്ടു, ഓൺട്രപ്രണറിന്റെ ഗ്രോത്ത് കണ്ടു തുടങ്ങി. അപ്പം പല കമ്മോഡിറ്റീസിലുള്ള ആൾക്കാരിലും മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നിർമ്മാണം തുടങ്ങി. നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്ത്, എല്ലാ കസ്റ്റമേഴ്സും ഒരേപോലെയല്ല. ഓരോ കൺസ്യൂമേഴ്സിനും അവരുടേതായിട്ടുള്ള ടേസ്റ്റ്, അവരുടെ പ്രിഫറൻസ്, ഇതെല്ലാം എന്ത് ചെയ്തു, അവർ മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മളൊരു സ്പ്രേ വാങ്ങിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാമായിരിക്കും, എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ടേസ്റ്റ്, അവരുടേതായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ട്. അപ്പം ഇത് ഈ പറയുന്ന ഓൺട്രപ്രണർ മനസ്സിലാക്കിയാൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എവല്യൂഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, ഋഗ്വേദ കാലഘട്ടത്തിന് മുന്നേ തന്നെ നമുക്ക് എന്തുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഈ പറയുന്ന ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, പണ്ട് മുതലേ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. കരകൗശല വസ്തുക്കൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവരുടെ കാലഘട്ടം വളർന്നുകൊണ്ടിരുന്നു. അവർക്ക് നിറയെ പ്രോഫിറ്റ് കിട്ടി തുടങ്ങി. അത് തഴച്ചു വളരുന്ന കാലത്ത് നമ്മളുടെ ഇൻഡിപെൻഡൻസ് 18th സെഞ്ച്വറിയുടെ മുന്നേ ഒക്കെ ആയപ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തു, പതിയെ മെല്ലെ ഒന്ന് താഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊളോണിയൽ പീരീഡ് എത്തിയപ്പോഴത്തേക്കും ഈ പറയുന്ന ഓൺട്രപ്രണർ കുറച്ചൊന്ന് വളരുന്നതായിട്ട് നമ്മുടെ ഇന്ത്യ കണ്ടു തുടങ്ങി. എങ്ങനെ, മാനുഫാക്ചറിങ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നിർമ്മാണവും കൂടി നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഓൺട്രപ്രണർ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിൽ ഓൺട്രപ്രണർഷിപ്പ് മെല്ലെ ചേഞ്ച് ആവാൻ തുടങ്ങി, മാറാൻ തുടങ്ങി. എങ്ങനെ മാറാൻ തുടങ്ങി, നമ്മളുടെ അണ്ടർസ്റ്റാൻഡ്, അതായത് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ടേസ്റ്റ്, പ്രിഫറൻസ്, ഇതെല്ലാം മനസ്സിലാക്കി അവർ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതിനെയാണ് നമ്മൾ എവല്യൂഷൻ ഓഫ് ഓൺട്രപ്രണർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഡെഫിനിഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഡെഫിനിഷനും എവല്യൂഷനും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് അടുത്തായിട്ട് എടുക്കാൻ പോകുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അതിൻ്റെ സംശയം ഇടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് ഇതിനെ നമ്മൾ തിരിക്കുന്നത്. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടും എൻവിറോൺമെന്റൽ ഫാക്ടറും ആയിട്ടാണ്. അങ്ങനെ ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫാക്ടർ. ഇൻഡിവിജ്വൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഓൺട്രപ്രണർഷിപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിളായിട്ട് വിചാരിച്ചാൽ മതി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും, നമ്മളുടെ ബിസിനസ്സിനെതിരെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. അപ്പം പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് വേണം. അതേപോലെ തന്നെ പെർസീവറൻസ് ആയിരിക്കണം. പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അതിൽ തന്നെ നിന്ന് പോകാൻ നോക്കണം. ഇന്ന് നമ്മളിപ്പം ഒന്ന് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, ആ ബിസിനസ് തുടങ്ങി, ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ബിസിനസ് വേണ്ട, വേറെ, അങ്ങനെ ആവാതെ നമ്മൾ സ്ഥിരമായിട്ട് ഒന്നിൽ തന്നെ അതിൽ നിന്നും മെച്ചമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മുടെ മൈൻഡ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആവാൻ വേണ്ടിയിട്ട് പാടില്ല.
പിന്നെ അതേപോലെ തന്നെ നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ ആ പറയുന്ന പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ എത്തിച്ച് അതിനെ സെല്ല് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മുടക്കിനെക്കാട്ടിലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയെങ്കിലും നമ്മൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അടുത്തുള്ളതാണ് നീഡ് ഫോർ മൊബിലിറ്റിങ് ആൻഡ് യൂട്ടിലൈസിങ് റിസോഴ്സസ്. മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ മൂവ് ചെയ്യാനും, അതേപോലെ തന്നെ ആ റിസോഴ്സസ് നമ്മളുടെ കയ്യിലുള്ളതിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കുറേ ഇൻഡിവിജ്വൽ ഫാക്ടർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്ന് വായിക്കാം. എബിലിറ്റി ആൻഡ് ടു ഇനിഷ്യേറ്റ്, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അതേപോലെ മൊബിലിറ്റി ആൻഡ് യൂട്ടിലൈസിങ് റിസോഴ്സസ്, ദെൻ എബിലിറ്റി ടു സെൻസ് ദി എൻവയോൺമെന്റ്, പെർസീവറൻസ്, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ്. ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് എല്ലാവരിലും വേണ്ട ഒരു കാര്യമാണ് അല്ലെ. ബിസിനസ് മൈൻഡുള്ള എല്ലാ പേഴ്സൺസിനും വേണ്ട ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഐഡിയാസ്, പുതിയ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് കൊണ്ടുവരിക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പഴയ ഫോണാണ്, നമ്മളൊക്കെ പണ്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടച്ച് ഫോൺ അല്ലായിരുന്നു, നമുക്കൊക്കെ കീപാഡ് ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ ടച്ചിലേക്ക് വന്നു. ഇപ്പം അതേപോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ത്രൂ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ വഴി ഡയറക്റ്റ് ആയിട്ട് ഇന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പം ഇതെല്ലാം ഈ ടെക്നോളജി എല്ലാം മാറി പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ്. ഇന്നോവേഷൻ ഒരു ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഇന്നോവേറ്റർ ആയിരിക്കണം. ഇന്നോവേഷൻ നമുക്ക് തീർച്ചയായിട്ടും വേണം. അതേപോലെ റിസ്ക് എടുക്കുന്ന ബിഹേവിയർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ട് നമ്മളിനിയിപ്പോൾ നാളെ ഞാൻ ഇത് മുടക്കി കഴിഞ്ഞാൽ എനിക്കിത് ശരിയാവില്ല, ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ റിസ്ക് എടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എപ്പോഴും ഒരു ബിസിനസ്മാന് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ബിഹേവിയർ, എന്ത് പ്രശ്നം വന്നാലും അതിനെ കുറച്ചും കൂടി വഷളാക്കാതെ അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നന്നായിട്ട് അതിന് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരാളിനെയാണ് നമ്മൾ ബിസിനസ്. അപ്പം ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരിക, കസ്റ്റമറിലേക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി എടുക്കുക, ഇതൊക്കെയാണ് ഇന്നോവേറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ പഴയത് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വേറൊരാൾ വന്ന് നമ്മളെക്കാട്ടിലും നല്ലതാണ് അവരുടെ കയ്യിലെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമർ എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ളതേ വാങ്ങിക്കത്തുള്ളൂ അല്ലെ. നമ്മളുടെ ബിസിനസ് എന്ത് ചെയ്യും? മെല്ലെ താഴാൻ തുടങ്ങും. അപ്പൊ എപ്പോഴും കൺസ്യൂമറിന്റെ പ്രിഫറൻസ്, കൺസ്യൂമറിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ പോകാൻ നോക്കുക. അപ്പം ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഫാക്ടറിൽ വരുന്നത്. ഇത് ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പിൽ ഉണ്ടാകുന്ന ആദ്യത്തേതാണ് ഇൻഡിവിജ്വൽ ഫാക്ടർ. ഇനി രണ്ടാമത്തതാണ് എൻവയോൺമെന്റൽ ഫാക്ടർ. എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന്, അതായത് അറ്റ്മോസ്ഫിയർ നമുക്ക് പറയാം, ലീഗൽ ഗവൺമെന്റ് പോളിസീസ് നമുക്ക് പറയാൻ പറ്റും, പിന്നെ വന്നിട്ട് ഓൺട്രപ്രണറിന്റെ കൾച്ചറിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനെയൊക്കെയാണ്, അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഏതിൽ വരും? എൻവയോൺമെന്റൽ. പുറമേ ഉള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ഏതൊക്കെയാണോ പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടറിലാണ് ഈ പറയുന്ന എല്ലാം വരുന്നത്. ഇന്റേണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇൻഡിവിജ്വൽ ഫാക്ടർ വരുന്നത്. അപ്പം ഇത്രയാണ് ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, ഡെഫിനിഷൻ, അതേപോലെ തന്നെ എവല്യൂഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, ഇങ്ങനെ 3 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. മോഡൽസ്, ഏതൊക്കെ തരത്തിലുള്ള ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആംബിഷ്യസ് ഇന്നോവേറ്റേഴ്സ്, അതായത് ഓക്കെ, ഇനി നമ്മൾ എടുക്കാം
ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതാണ് മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. എന്തിനാണ് നമ്മൾ മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്? ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിൽ ഇതിൽ ഓരോരുത്തരുടെയും ഇന്നോവേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മളതിൽ പറയുന്നത്. അപ്പം ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ആംബീഷ്യസ് ഇന്നോവേറ്റർ ആണ്. ആംബീഷ്യസ് ആയിട്ടുള്ള ഇന്നോവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംബീഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എയിം ഉള്ള ഒരു വ്യക്തിയായിരിക്കും. എത്ര കഷ്ടം വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളായിരിക്കും, അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഓരോ ആംബിഷൻ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നവരാണ്. അതേപോലെ തന്നെ എത്ര ഫെയിൽ ആയാലും നമ്മൾ അതിനെയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എൻ്റെ എയിം എന്താണോ അതിൽ തന്നെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബിലീവ് ചെയ്യുന്നത്, ഹൈ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ്, അതായത് ആംബീഷ്യസ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ടോളറൻസ് ടു ഫെയില്യൂർ, അതായത് ഫെയില്യൂറിനെ ഒന്നും കാര്യമാക്കത്തില്ല. അതേപോലെ തന്നെ ഒരുപാട് റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയണത്, ആംബീഷ്യസ് ഇന്നോവേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പുതിയ സൊല്യൂഷൻസ്, ട്രൈയിങ് ന്യൂ സൊല്യൂഷൻസ് ആണ്. ആൻഡ് ഫെയിലുവേഴ്സ് ഇൻ ട്രൈയിങ് ന്യൂ തിങ്സ് ആർ നോട്ട്ലി യൂസ്ഡ് ടു പെനലൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ സൊല്യൂഷൻസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എടുക്കാം, ഫേസ്ബുക്ക് എടുക്കാം, ഓയോ എടുക്കാം. ഇങ്ങനെ നമുക്ക് ആംബീഷ്യസ് ഇന്നോവേറ്ററിന്റെ എക്സാമ്പിൾ ആണ് ഇതെല്ലാം. ഇനി രണ്ടാമതാണ് അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ്. അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമാണുള്ളത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള പ്രോഡക്റ്റിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ മനസ്സിലാവും, ദിസ് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇസ് ഡിറൈവഡ് ബൈ റിലേറ്റീവ്ലി ലേസർ ലെവൽ ഓഫ് റിസ്ക് taking appetite and following incremental innovation approach. incremental innovation approach എന്ന് പറഞ്ഞാൽ അതായത് നിലവിലുള്ള പ്രോഡക്റ്റിൽ കുറച്ചൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ മാത്രമേ നമ്മളുടെ അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് നോക്കാറുള്ളൂ. അതേപോലെ തന്നെ ഈ പറയുന്ന പെർമിറ്റില്ല, അതായത് ക്രിയേറ്റീവോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവരിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി ഇവരിലേക്കും വളരെ കുറവായിരിക്കും അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സിൽ. നമ്മുടെ ആംബിഷ്യസിലാണെങ്കിൽ അങ്ങനല്ല, അവരെല്ലാം പുതിയതായിട്ടേ ട്രൈ ചെയ്യുള്ളൂ. നിലവിലുള്ളതെന്നല്ല, ഇനി എന്താണ് കൺസ്യൂമറിന് പുതിയതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ റിസ്ക് എടുത്തും എല്ലാം ചെയ്യുന്നവരെയാണ് നമ്മൾ ആംബിഷ്യസിൽ പറയുന്നത്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് റിസ്ക് ആണ്. അതേപോലെ നിലവിലുള്ള പ്രോഡക്റ്റിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും ഇവർ ശ്രദ്ധിക്കാറുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളോ സെൽഫ് എംപ്ലോയിഡ് ആണ്. സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വലിയൊരു കമ്പനി, ഈ ഒരു കമ്പനിയിൽ ഇരിക്കുന്ന ഒരു ബിസിനസ് ടു ബിസിനസ് എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. ബിസിനസ് ടു ബിസിനസ്, സ്വന്തമായിട്ട് അവർക്കൊരു ഫേം ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, ഒരു കൂട്ടം ആൾക്കാരിലേക്ക് അവരുടെ കാര്യം, അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസ് എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് ഓരോ വ്യക്തികളിലേക്കും കൊടുത്ത് അവിടെ എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് അവരിൽ നോക്കുമ്പോഴത്തേക്ക് അവരിൽ ഒരുപാട് പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് സ്വന്തമായിട്ടുള്ള ബിസിനസ്, അതാണ് സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ട്രിഗർ ചെയ്ത് ഒരു കൂട്ടം ആൾക്കാരിലേക്ക് അവരുടെ ഫേമിനെ എത്തിക്കുകയും ബിസിനസ്സിനെ എത്തിക്കുകയും അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളോ സെൽഫ്ഡ് എംപ്ലോയി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന പാർട്ട്ണർ കമ്പനി ആണെങ്കിലും എന്ത് ചെയ്യും, അവർക്ക് ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ കമ്പനിയുടെ നമ്പർ എന്ത് ചെയ്യും, ഒന്നൊന്നായിട്ട് കൂടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ മാനേജറൽ എംപ്ലോയേഴ്സ് ആണ്. മാനേജറൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, അവർക്ക് വലിയ ആംബീഷ്യസ് ഒന്നും കാണത്തില്ല. അതായത് ഒരുപാട് റിസ്ക് എടുക്കണമെന്നോ അല്ലെങ്കിൽ എത്ര ഫെയിൽ വന്നാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആൾക്കാരല്ല. ഇവർ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നത് അവരുടെ ഫേമിന്റെ ഗ്രോത്ത് ആണ്, വളർച്ച മാത്രമായിരിക്കും ഇവർ
ശ്രദ്ധിക്കുന്നത്. അതായത് അവരുടെ കോസ്റ്റ് എഫിഷ്യൻസി, ഇംപ്രൂവ്മെന്റ്, ഇന്നോവേഷൻ, ഇതൊക്കെ ആയിരിക്കും അവർ എപ്പോഴും എഫേർട്ട് ഇട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ അവർ വലുതായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഒന്നാണ് സോഷ്യൽ ഓൺട്രപ്രണർ. മാനേജറൽ എംപ്ലോയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് വളരെ ആംബിഷ്യസ് ഉള്ളവരല്ല. അവർ പകരം എപ്പോഴും എങ്ങനെയായിരിക്കും, മോസ്റ്റ്ലി ദെയർ എഫേർട്സ് ആർ ഫോക്കസ്ഡ് ടുവേർഡ്സ് കോസ്റ്റ് എഫിഷ്യൻസി ത്രൂ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഓർ ഇന്നോവേഷൻ. ഇംപ്രൂവ്മെന്റ്, കുറച്ചും കൂടി പുരോഗമനവും അതേപോലെ തന്നെ ഇന്നോവേഷൻസും കൊണ്ടുവരാനായിരിക്കും ഈ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജറൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഓൺട്രപ്രണർ ആണ്. എന്തിനെയാണ് നമ്മൾ സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്? സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സോഷ്യലായിട്ടുള്ള കൺസേൺ ആണ്, സൊസൈറ്റിയുടെ കൺസേൺ ആണ്. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ മനസ്സിലാക്കി സോൾവ് ചെയ്യുക, അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഓൺട്രപ്രണറിന്റെ രീതി എന്ന് പറയുന്നത്. എപ്പോഴും ചലഞ്ചസ് ഏറ്റെടുക്കുന്നവരാണ്. അവരെപ്പോഴും മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ഓൺട്രപ്രണറിനെ കൊണ്ട് വിചാരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫീൽഡിലുള്ളവരുടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ നമുക്ക് പറയാം, ഹെൽത്ത് കെയർ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പിൽ മൊത്തം നമുക്കുള്ളത് അഞ്ച് ഓൺട്രപ്രണർ ആണുള്ളത്. 5 സബ് ടോപ്പിക്കാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തത് ആംബീഷ്യസ് ആണ്. ആംബീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബീഷ്യസ് ഇന്നോവേറ്റർ എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റിസ്ക് എടുക്കാൻ വളരെ താല്പര്യമില്ല, റിസ്ക് വളരെ കുറച്ചെടുക്കുന്നവരും അതേപോലെ തന്നെ നിലവിലുള്ള പ്രോഡക്റ്റിനെ കുറച്ച് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ എപ്പോഴും അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആംബീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗൂഗിൾ, ഫേസ്ബുക്ക്, ഓയോ ഒക്കെ പറയുന്നത്. ഈ നമ്മൾ സോളോ സെൽഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോളോ സെൽഫ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, അതായത് ഒരു ഫേം, ഒരു വലിയൊരു കമ്പനി സ്വന്തമായിട്ടുള്ളൊരു ഫേം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു കമ്പനിയുള്ളവർ എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് കൊടുത്തിട്ട് ആ പറയുന്ന ബിസിനസ് അവരിലേക്ക് റൺ ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി മാനേജറൽ എംപ്ലോയി എന്ന് പറഞ്ഞാൽ അവർ വലിയ ആംബീഷ്യസ് അല്ല, പകരം അവർ നിൽക്കുന്ന ബിസിനസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാക്കാനും ഇന്നോവേഷനും ഇംപ്രൂവ്മെന്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷൻ, പോവർട്ടി ലൈൻ പോപ്പുലേഷൻ, അതായത് വളരെ താഴ്ന്നു നിൽക്കുന്ന രീതിയിലുള്ള ജനങ്ങളിലേക്കും ആണ് ഇവരുടെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിന്റെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവരെന്താ ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിന്റെ ലക്ഷ്യം. അപ്പം ഇത്രയാണ് മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കുന്നതാണ് തിയറീസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ തിയറീസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്? തിയറീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിൽ 6 തിയറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ തിയറി ആയിട്ട് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഇപ്പൊ ആദ്യത്തെ തിയറിയാണ് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പം ഇത് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തിയറീസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പിൽ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പിന്റെ തിയറീസിലുള്ളതിൽ ആദ്യത്തത് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി. എന്താണ് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്നുള്ളത് നോക്കാം. ഇൻ ദിസ് തിയറി ദ ഫോക്കസ് ഈസ് ഓൺ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രയൽസ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി, നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള നമ്മളുടെ പേഴ്സണാലിറ്റി എന്തൊക്കെയായിരിക്കും. നമ്മളെപ്പോഴും സൈക്കോളജി പരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അച്ചീവ്മെന്റ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് എടുക്കാൻ കഴിവുള്ളവരായിരിക്കണം,
എങ്ങനെയെങ്കിലും നമ്മൾ മേളിലേക്ക് എത്തണം എന്നുള്ളൊരു അച്ചീവ്മെന്റ് ഉള്ള വ്യക്തിയായിരിക്കണം. അതേപോലെ തന്നെ എത്ര ഫെയില്യൂർ വന്നാലും അതൊക്കെ കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നതൊക്കെ ആയിരിക്കണം നമ്മളുടെ സൈക്കോളജി പരമായിട്ടുള്ള നമ്മളുടെ ഒരു രീതി ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും പുതിയതായിട്ടുള്ള എന്ത് കാര്യം വന്നാലും പെട്ടെന്ന് അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും അത് നിലവിൽ കൊണ്ടുവരാനും സാധിക്കുന്നവരെയാണ് നമ്മൾ സൈക്കോളജി ആയിട്ട് നമ്മളുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രയൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മെക്ലിനൊക്കെ എടുക്കാം. 1961 അദ്ദേഹത്തിന്റെ കുറെ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഈ പറയുന്ന തിയറിയിൽ തന്നെ 3 പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡേവിഡ് മെക്ലാൻഡ് തിയറിയിലും റോട്ടർ ലോക്കസ് ഓഫ് കൺട്രോൾ തിയറി, അതേപോലെ തന്നെ മൈക്കിൾ ഫ്രീസ് തിയറി, ആക്ഷൻ റെഗുലേറ്ററി തിയറി എന്നാണ് പറയുന്നത്. അപ്പം സൈക്കോളജി തിയറി തന്നെ നമ്മൾ 3 ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ഡേവിഡ് എന്താണ് പറയണതെന്നുള്ളത് നോക്കാം. ഡേവിഡ് പറയാണ്, അതായത് ഒരു ഓൺട്രപ്രണറിന് വേണ്ടത് 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. എന്തൊക്കെയാണ്? അലിയേഷൻ വേണം, പവർ വേണം, അതേപോലെ തന്നെ അച്ചീവ്മെന്റ്. അലിയേഷൻ എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ്നെസ് എന്നാണ് പറയുന്നത്. ബിലോങ്ങിങ്നെസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ പവർ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ ഓൺട്രപ്രണറിനെ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 3 കാര്യങ്ങളിലാണ് ഓൺട്രപ്രണർഷിപ്പിന് വേണ്ട അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിന് വേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി റോട്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോട്ടർ പറയാണ്, ഇത് 1954 ഇദ്ദേഹം പറയുന്നത്. ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണലും ആയിട്ടും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോളിലാണ്, എൻ്റെ കൺട്രോളിലുള്ളതിന് നമ്മൾ എന്ത് പറയും? ഇന്റേണൽ എന്ന് പറയും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലല്ല എന്നുള്ളതിനെയാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അപ്പം ഓൺട്രപ്രണർ എപ്പോഴും ഫൗണ്ട് ചെയ്യുന്ന എന്താണ്? ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതായത് എൻ്റെ കയ്യിൽ കൂടിയെല്ലാം സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം റോട്ടർ പറയുന്നത് 2 തരത്തിലാണ്, ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും പറയുന്നുണ്ട്. ഇനി മൈക്കിൾ ഫ്രീസ് പറയണമെന്ന് പറഞ്ഞിട്ട് ഫോർമുലേറ്റഡ് ആക്ഷൻ റെഗുലേഷൻ തിയറി എന്നൊരു തിയറിയാണ് പറയുന്നത്. അദ്ദേഹം പറയാണ് ഓൺട്രപ്രണർഷിപ്പ് എപ്പോഴും ബിലീവ് ചെയ്യണം. അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് എപ്പോഴും ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു പ്ലാനിങ് ആണ്. പ്ലാനിങ് ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അവർ പറയുന്നത് പ്ലാനിങ് ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ. നമ്മൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണമായിരിക്കും? പ്ലാനിങ് ബിഹേവിയറും വേണം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡും നമുക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ട്രൈറ്റ്സ് ആണ് പറയുന്നത്. അപ്പം ഇതിൽ 3 പേരാണ് പറയുന്നത്. ഡേവിഡ് മെക്ലാൻഡും തിയറിയും, അതേപോലെ തന്നെ റോട്ടർ ലോക്കസ് ഓഫ് കൺട്രോൾ തിയറിയും, പിന്നെ വന്നിട്ട് മൈക്കിൾ ഫ്രീസ് ഫോർമുലേറ്റഡ് കൺട്രോൾ ആക്ഷൻ റെഗുലേഷൻ തിയറി. ഇങ്ങനെ 3 ആയിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ ആദ്യത്തേത് പറയുന്നത് പറഞ്ഞാൽ ഓൺട്രപ്രണർ ആർ ഗൈഡഡ് ഓർ മോട്ടിവേറ്റഡ് ബൈ 3 ഇമ്പോർട്ടൻറ്റ് നീഡ്സ്. അപ്പം അതിലുള്ള 3 എണ്ണമാണ് നമ്മൾ ഏത് പറഞ്ഞത്? നമ്മളുടെ ബിലോങ്നെസ്സും നമ്മളുടെ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റും വേണ്ടത്. റോട്ടറിൽ വരുമ്പോഴത്തേക്കും 1954 ഇത് പറയുന്നത്, ഈ തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ലോക്കസ് കൺട്രോൾ വേണം. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലല്ല എന്നുള്ളതാണ്. മൈക്കിൾ ഫോർമുലേറ്റഡ് ആക്ഷൻ റെഗുലേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റിലേറ്റഡ് ടു പ്ലാനിങ് ആണ് പറയുന്നത്. അതായത് ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് വേണമെന്ന് മൈക്കിൾ ഫ്രീസ് പറയുന്നുണ്ട്. ഇത്രയാണ് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറി. എന്തിനെയാണ് നമ്മൾ എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ്? ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, പിന്നെ വന്നിട്ട് ഓസ്ട്രിയൻ മാർക്കറ്റ് ബേസ്ഡ് പ്രോസസ് തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഇങ്ങനെ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് to production, distribution of marketing goods in competitive marketplace. കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മത്സരം അല്ലേ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മത്സരമുള്ളിടത്ത് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് കാറ്റ്ലോൺ തിയറി. റിച്ചാർഡ് കാറ്റ്ലോൺ തിയറിയിൽ പറയണമെന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലാസിക്കൽ തിയറി തന്നെ 2 ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റിച്ചാർഡ് കാറ്റ്ലോൺ തിയറി. റിച്ചാർഡ് കാറ്റ്ലോൺ തിയറി പറയണം 18th സെഞ്ചുറിയിലും 17th സെഞ്ചുറിയിലുമാണ് നമ്മളുടെ വേർഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് വന്നത്, ഒറിജിനേറ്റർ ആയത്. അപ്പം അദ്ദേഹം പറയാണ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ റിസ്ക്
റിസ്ക് ടേക്കിംഗ് എടുക്കുന്ന ആളിനെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ബിലീവ് അല്ല, എപ്പോഴും റിച്ചാർഡ് പറയാണ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റർ അല്ല, പകരം അദ്ദേഹം റിസ്ക് എടുക്കുന്നവരാണ്. അതേപോലെ തന്നെ എപ്പോഴും പ്രോഫിറ്റ് കുറച്ചുകൂടി മുന്നിലോട്ട് കാണുന്നവരെയാണ്, മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കുന്നവരെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്നാണ് റിക്കാർഡ് പറയണത്. ദെൻ ഇന്നോവേഷൻസ് തിയറി ഓഫ് ഷംപീറ്റർ പറയാണ് എപ്പോഴും ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേഷൻ, പുതിയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഓൺട്രപ്രണർ എന്നാണ് നമ്മുടെ ഷംപീറ്റർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പിൽ 2 പേരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്ന് റിക്കാർഡ് കാറ്റലോൺ തിയറിയും ഷംപീറ്ററുമാണ്. അപ്പം റിക്കാർഡ് കാംബ്ലേറ്റ് തിയറി എന്ന് പറയുന്നത് കാറ്റലോൺ തിയറി പറയാണ്. അദ്ദേഹം ഒരു ഐറിഷ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം പറയണം വേർഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് 17th സെഞ്ചുറിയിലും 18th സെഞ്ചുറിയുടെയും ഒരു കാലഘട്ടത്തായിരുന്നു ഓറിജിനേറ്റർ ആയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ടേക്കർ ആണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഹി ബിലീവ്ഡ്, അദ്ദേഹം വിശ്വസിക്കുന്നത് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ ഒരു ഇന്നോവേറ്റർ അല്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. പ്രോഫിറ്റ് മേക്കർ ആണ്, വില്ലിംഗ് ടു ടേക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നും പറയുന്നുണ്ട്. ഷംപീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണമെന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ, എപ്പോഴും ഓൺട്രപ്രണറിന്റെ ഒരു കീ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേഷൻ എന്നാണ് ഷംപീറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് പുതിയ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരിക, പുതിയ ഒരു സർവീസ് കൊണ്ടുവരിക, പിന്നെ വന്നിട്ട് പ്രോഡക്റ്റിന്റെ പ്രോസസ്സ് കൊണ്ടുവരിക, പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പൊ ഇതെല്ലാം കൊണ്ടുവരിക, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണറിന്റെ രീതി എന്നുള്ളതാണ് നമ്മുടെ ഷംപീറ്റർ പറയുന്നത്. ഇത്രയാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പിൽ വരുന്നത്. ഇനി രണ്ടാമത്തേൽ വരുന്നതാണ് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ റോൾ ഓഫ് എക്കണോമിക് എൻഗേജ്മെന്റ് ആണ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ക്രിയേറ്റ് പോസിബിലിറ്റി ഒക്കെ ഒരു ഓൺട്രപ്രണർ റോളിനെ സംബന്ധിച്ചിടത്തോളം റോൾ ഓഫ് എക്കണോമിക് എൻഗേജ്മെന്റ് ആണ്, മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അതായത് മാർഫ്ലി ലിയോ വെൽസച്ച് 2006 നമുക്ക് ഇത് മെയിൻ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇപ്പോഴും ആക്ഷൻ ബേസ്ഡ് ആണ്. ആക്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് ദിസ് തിയറി ഫോക്കസസ് of entrepreneur action based on their information understanding and knowledge regarding the economy. അവരെപ്പോഴും ചെയ്യുന്നത് എന്താണ്, കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻഫോർമേഷൻ മനസ്സിലാക്കുകയും അവരുടെ നോളജ് അനുസരിച്ചിട്ടായിരിക്കും അവരെപ്പോഴും ഒരു കാര്യം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവരെപ്പോഴും ബിലീവ് ചെയ്യുന്നത് റെസ്പോണ്ട് ദ ചേഞ്ച് ദ ഡൈനാമിക് മാർക്കറ്റ് ടു മേക്കിംഗ് പ്രോഫിറ്റ്. മാർക്കറ്റിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കി അതിൽ നിന്നും എല്ലാം പഠിക്കുകയും ചേഞ്ചസ് കൊണ്ടുവരികയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും കഴിഞ്ഞെങ്കിൽ നമുക്ക് മൂന്നാമത്തതാണ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പുതിയ പോസിബിലിറ്റി, പുതിയ ഓപ്പർച്യൂണിറ്റി, എല്ലാം പുതിയതായിട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, നിലവിലുള്ള സൊല്യൂഷനേക്കാളും അതിനേക്കാളും ഒരു ബെറ്റർ സൊല്യൂഷൻ നോക്കുന്ന തിയറിയാണ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇനിയും സോഷ്യോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രിഗർ ഡിവെൽ ഫെസിലിറ്റേറ്റഡ് ഡ്യൂറിങ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഓൺട്രപ്രണർ. നമ്മുടെ ഓൺട്രപ്രണറിന് എപ്പോഴും ഒരു ലൈഫ് സൈക്കിൾ കാണുമായിരിക്കും അല്ലെ. അതായത് ഇപ്പം കുറെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു സെവറൽ ഇയേഴ്സിനൊക്കെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് പുഷ് ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനി, അതായത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഇവരൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെന്റ് കുറച്ച് ഫെസിലിറ്റേറ്റ് ചെയ്തത് ത്രൂ ദി വേരിയസ് പോളിസീസ് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവരെയൊക്കെ കുറച്ച് ഗ്രോത്ത് ഉണ്ടാക്കി നോക്കി. അപ്പം ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയും മാർക്കറ്റ് ഇൻ ഇന്ത്യയും എക്സെട്ര ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഫണ്ടിങ് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി അതിനെ മോഡിഫൈ ചെയ്ത് ഫെസിലിറ്റീസ് കുറച്ചുകൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സോഷ്യോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ത്രോപോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒറിജിൻ, ബിലീഫ്, അവരുടെ വിശ്വാസം, അതൊക്കെ ആയിരിക്കും അവർ മെയിൻ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി, ഒരു ആൾക്കാരിലേക്കുള്ള അവരുടെ ബിലീഫ്, അവരുടെ ഒറിജിൻ, ഒരു കസ്റ്റംസ്, ഇതിനെയൊക്കെ ആയിരിക്കും അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അവരുടെ കരിയർ മുന്നോട്ട്
ഓൺടർപ്രണർഷിപ്പ് തിയറി ഇതൊക്കെ ആയിരിക്കും പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റിസോഴ്സസ് ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് തിയറി. റിസോഴ്സസ് ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് പറഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണ് നമ്മളുടെ ക്രിട്ടിക്കൽ ടു സക്സസ് ദി ഓൺടർപ്രണറൽ ജേർണിയിലുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, എല്ലാ പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇതിൽ പറയുന്ന ആൽഡ്രിച്ച് 1999 ഈ പറയുന്ന ഓൺടർപ്രണർഷിപ്പ് ജേർണിയുടെ കാര്യം പറയുന്നത്. അപ്പം എബിലിറ്റി ടു മൊബിലൈസ് ദി നെസസറി റിസോഴ്സസ് ഇനാബിൾസ് ഓൺടർപ്രണർ ടാപ്പ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയും അവസരങ്ങൾ മാക്സിമം കണ്ടുപിടിക്കുന്നവരെയാണ് നമ്മൾ റിസോഴ്സസ് ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് തിയറി. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ കയ്യിൽ ഇപ്പം എന്താണോ ഉള്ളത് അതിനെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓൺടർപ്രണറൽ ജേർണി നല്ല സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിസോഴ്സസ് ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മളുടെ 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഫസ്റ്റ് യൂണിറ്റിലുള്ള 5 ക്വസ്റ്റ്യൻ. എല്ലാവർക്കും എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.